നിറസാന്നിധ്യമായി മരിയാമ്പികേ മൃതിതൽപ്പം തിരുക്രൂശിച്ചാരെയും നിറസാന്നിധ്യമായി മരിയാമ്പികേ Very important to understand. First of all, enjoy this moment. You listen properly. Don't make any noise. Are you ready? Then keep quiet. The students, be careful. Don't make any noise. ഞാൻ നിങ്ങളെ ഓർമ്മിക്കുമ്പോഴെല്ലാം എൻ്റെ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വാക്യം 3. സ്നേഹം നിറഞ്ഞ സിസ്റ്റർ സുപ്പീരിയ, സിസ്റ്റർ രഞ്ജിത, റവറൻഡ് സിസ്റ്റർ ജീന, സിസ്റ്റർ ആൽഫിൻ ജോസ്, PTA പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ സാർ, വൈസ് പ്രസിഡന്റ് ASI ഡേവിഡ് സാർ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് നാം ലീമായിലെ വിശുദ്ധ റൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവളുടെ ജീവിതം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ചെറുപ്പം മുതൽ ദൈവസ്നേഹത്തിൽ വളർന്ന് വിശുദ്ധ റൂസ് പ്രാർത്ഥനയിലും ത്യാഗജീവിതത്തിലും മുഴുകിയ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അവൾ ദരിദ്രരെയും രോഗികളെയും സ്നേഹത്തോടെ പരിചരിക്കുകയും സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്ത നല്ലൊരു വിശുദ്ധ. ദൈവത്തോടുള്ള അവളുടെ വിശ്വാസം അത്ര ശക്തമായിരുന്നതിനാൽ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. നമുക്കും അവളുടെ ജീവിതത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് സ്നേഹവും കരുണയും പരിഗണനയും കൈമുതലാക്കി മുന്നേറാം. ചെറിയ നന്മകൾ പോലും സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി മാറും. അവൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, ഒപ്പം എൻ്റെ സഹനശക്തിയും. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന
കൊച്ചു കൊച്ചു വേദനകളും നൊമ്പരങ്ങളും സമചിത്തതയോടെ സ്വീകരിച്ച് ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് നമുക്കും ജീവിത വിശുദ്ധിയിലേക്ക് പടിപടിയായി വരാം. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഏവർക്കും പൊന്നോണാശംസകൾ നേരട്ടെ. കേരളത്തിൻ്റെ ദേശീയോത്സവമായ പൊന്നോണം വീണ്ടും നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ലിസൺ ചെയ്യുക. ഉത്തരം പറയുന്നവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. നന്നായി ലിസൺ ചെയ്താലാണ് ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ. സൈലന്റ് ആയിരിക്കും എല്ലാവരും. അത്തപ്പൂക്കളുടെ വർണ്ണപ്പൊലിമയും തുമ്പപ്പൂക്കളുടെ മനോഹാരിതയും ഓണപ്പാട്ടുകളുടെ മാധുര്യവും മനസ്സിൽ നിറച്ച് മറ്റൊരു തിരുവോണക്കാലം കൂടി നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജാതി മതഭേദമന്യേ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓണം. സമത്വസുന്ദരമായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മഹാബലി തമ്പുരാന്റെ സ്മരണ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന സന്ദേശമാണ് നമുക്ക് നൽകുക. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഓണം കേവലം ഒരു അവധിക്കാലം മാത്രമല്ല, മറിച്ച് നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും അടുത്തറിയാനുള്ള ഒരു അവസരമാണ്. പൂക്കളങ്ങൾ ഒരുക്കുമ്പോഴും ഓണസദ്യ ആസ്വദിക്കുമ്പോഴും വള്ളംകളി കാണുമ്പോഴും നമ്മുടെ കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ശക്തിയാണ് വിളിച്ചോതുന്നത്. ഈ ഓണക്കാലത്ത് നമ്മുടെ ചെറിയ ക്ലാസ് മുറികളിലെ ഓർമ്മകളും സൗഹൃദങ്ങളും നമുക്ക് കൂടുതൽ ദൃഢതരമാക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ ഈ ഓണം പ്രചോദനമേകട്ടെ. അറിവിൻ്റെ പൂക്കൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പൂക്കളം തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പഠനത്തിലും കലയിലും കളിയിലും ഒരുപോലെ തിളങ്ങാൻ ഏവർക്കും ഈ ഓണക്കാലം അവസരമൊരുക്കട്ടെ. പ്രിയ കുട്ടികളെ, ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ഓരോ കലാപരിപാടിയും മൂല്യവത്തും അർത്ഥസമ്പുഷ്ടവും സന്തോഷപ്രദവുമായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. അവ കണ്ണിന് കുളിർമയും കാതിനിമ്പവും മനസ്സിന് ആനന്ദവും പകരുന്നവയായിരുന്നു. അതിമനോഹരമായ പൂക്കളം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ മനോഹരമായ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ സിസ്റ്റർ ആൽഫിൻ ജോസിനും എല്ലാ അധ്യാപകർക്കും, അതുപോലെ തന്നെ തങ്ങളുടെ കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിൽ ആത്മാർത്ഥതയോടെ നിറവേറ്റുവാൻ പരിശ്രമിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമായി തീർക്കുന്നതിൻ്റെ ലക്ഷണമായി നമ്മളുടെ കുറേ കളികൾ കണ്ടു കഴിഞ്ഞു. ഇനിയും കുറേ കളികളുണ്ട്. എല്ലാവരും നിശബ്ദരായി നിന്നാലേ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ആഘോഷത്തിൽ പങ്കുചേർന്ന ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച സിസ്റ്റേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്കും സന്തോഷത്തിനും എന്നും പിന്തുണയായി നിൽക്കുന്ന എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും PTA പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും കൊണ്ടാണ് ഇന്നത്തെ ഈ ആഘോഷം ഇത്ര മനോഹരമാക്കി തീർക്കാൻ സാധിച്ചത്. ഈ ഓണത്തിൻ്റെ സന്തോഷവും സ്നേഹവും ഐക്യവും നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. വിശുദ്ധ റൂസിൻ്റെ വിശുദ്ധിയും ഓണത്തിൻ്റെ സന്തോഷവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും പകരുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും, എല്ലാ അധ്യാപകർക്കും, ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ രക്ഷാകർത്താക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും സന്തോഷപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Headmistress Sister Rosemary Varghese, PTA President Mr. ബാലകൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, അനധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ,
ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് അല്ലേ? എല്ലാവർക്കും വളരെ സന്തോഷമല്ലേ? കാരണം എന്താ, രണ്ട് വലിയ സന്തോഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇരട്ടി മധുരം ഇവിടെ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ്മിൻ വർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. അതോടൊപ്പം തന്നെ ഓണാഘോഷങ്ങളും ഒരുമിച്ച് കൊണ്ടാടുന്നു. അല്ലേ 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 എന്ന് പറ. അല്ലേ? അതെ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകളും എല്ലാവർക്കും ആദ്യമേ തന്നെ നേരുന്നു. സിസ്റ്റർ റോസ്മിൻ വർഗീസ്, നിങ്ങളുടെ സ്കൂളിലെ HM, ഒത്തിരിയധികം നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും നന്നായി നല്ല കുഞ്ഞുങ്ങളാവാൻ ജീവിക്കുന്ന സിസ്റ്ററിന് ഈ സമയം എൻ്റെ വക തിരുനാൾ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. വിശുദ്ധ റോസിൻ്റെ തിരുനാമം സ്വീകരിച്ച് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന സിസ്റ്റർ, വിശുദ്ധ റോസിൽ നിന്നും നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. തിരുനാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ തിരുനാൾ? നിങ്ങൾക്ക് എല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ട് അല്ലേ? അതുപോലെ ഞങ്ങൾ ബർത്ത്ഡേ ഘോഷിക്കില്ല, സിസ്റ്റർമാർ തിരുനാളാണ് ആഘോഷിക്കുക. ഞങ്ങളുടെ പേരിൻ്റെ കൂടെ പേരിൻ്റെ ഒരു വിശുദ്ധനുണ്ടായിരിക്കും. അതാണ് വിശുദ്ധ റോസ്, സിസ്റ്റർ റോസ്മിൻ വർഗീസിൻ്റെ വിശുദ്ധ റോസ് സ്വർഗത്തിലിരുന്ന് ലീമായിലെ റോസിനെ കുറിച്ച് സിസ്റ്റർ ആൽഫിൻ ജോസ് പ്രാർത്ഥനയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രാർത്ഥനയുടെ, ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ശുശ്രൂഷയുടെ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ റോസ്, ലീമായിലെ വിശുദ്ധ റോസ്. ആ വിശുദ്ധ റോസിൻ്റെ നാമകരണം സ്വീകരിച്ച് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന സിസ്റ്ററിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട HM-ആണ്. നിങ്ങളെല്ലാവരും സിസ്റ്ററിന് വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കണം. സിസ്റ്ററിന് ആയുരാരോഗ്യം കിട്ടണം. അതുപോലെ തന്നെ ധാരാളം നന്മകളും സ്നേഹവും സന്തോഷവും ജീവിതത്തിലുണ്ടാകുവാൻ വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളിന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഓണത്തിന് പല കളറുണ്ട്. നിങ്ങളുടെ മുൻപിൽ തന്നെ പൂക്കളം കിടക്കുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ളൊരു പൂക്കളം കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കളം എങ്ങനെയാണ് പൂക്കളമാകുന്നത്? ഒരു പൂവായിട്ട് പൂക്കളം ഉണ്ടാകുമോ? ഒരു പൂവായിട്ട് പൂക്കളം ഉണ്ടാകുമോ? ഇല്ല. പല പൂക്കൾ ഒത്തുചേർന്നതാണ് പൂക്കളം. അപ്പോൾ അവിടെ ഒരു മനോഹാരിതയുണ്ട്. പല പൂക്കൾ ഒരുമിച്ച് കിടക്കുമ്പോൾ അതിനൊരു മനോഹാരിതയുണ്ട്. ഞാനൊരു കഥ നിങ്ങളുടെ അടുത്ത് പറയാം. ഒരിക്കലൊരു ഗ്രാമത്തിൽ അപ്പും അമ്മും എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ആ രണ്ട് കൂട്ടുകാരോട് അധ്യാപകർ പറഞ്ഞു, നമുക്കിന്ന് സ്കൂളിലേക്ക് കുറച്ച് പൂക്കൾ കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ്? പൂക്കളമിടാൻ. അപ്പം പൂക്കളമിടാനായിട്ട് ഇവർ രണ്ടുപേരും പൂക്കളമിടാൻ പൂക്കൾ പറിക്കാൻ പോയി. പക്ഷേ അപ്പുവിൻ്റെ വീട്ടിൽ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു, അമ്മുവിന് പൂക്കളില്ല. അമ്മു ആകെ വിഷമിച്ച് നിൽക്കാണ്. അപ്പം അപ്പു ചോദിച്ചു, എന്താ അമ്മു വിഷമിച്ച് നിൽക്കുന്നേ? അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ കയ്യിലൊറ്റ പൂ പോലും ഇല്ലെന്ന് സ്കൂളിൽ കൊണ്ടുകൊടുക്കാൻ. അപ്പം അപ്പു പറഞ്ഞു, അമ്മു വിഷമിക്കണ്ട, ഞാൻ എൻ്റെ പൂക്കളിൽ കുറച്ച് ഞാൻ നിനക്ക് തരാം. അപ്പം നിനക്ക് അവിടെ കുറവ് സംഭവിക്കില്ലേ? അപ്പം അപ്പു പറഞ്ഞു, അവിടെ ഒട്ടും കുറവ് സംഭവിക്കില്ല, നമ്മുടെ സ്നേഹം കൂടുതലായിട്ട് വളരുകയുള്ളൂ. അല്ല, അങ്ങനെയല്ലേ സംഭവിക്കുക? നമ്മൾ പരസ്പരം പങ്കിടുമ്പോൾ, സ്നേഹം പങ്കിടുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കും അല്ലേ? സമ്പത്ത് പങ്കിടുമ്പോൾ എന്താ ഉണ്ടാവുക? അത് കുറഞ്ഞു പോകും. സ്നേഹം പങ്കിടുമ്പോൾ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ നിങ്ങളുടെ സ്കൂളിൽ ഓരോ ക്ലാസ് റൂമിലും ധാരാളം കുട്ടികളുണ്ട് അല്ലേ? എല്ലാവരും ഒരേപോലെയാണോ? അല്ല, എല്ലാവരും പല വിധത്തിൽ, പല കുടുംബങ്ങളിൽ നിന്നും പെട്ടവരാണ്. പല കുടുംബത്തിൽ നിന്നും ഓരോ മാതാപിതാക്കൾക്കും ഓരോ കുഞ്ഞു മക്കളും വളരെ വിലപ്പെട്ടവരാണ്. അതുപോലെ ഓരോ ടീച്ചർക്കും ഇവിടുത്തെ സിസ്റ്റേഴ്സിനും നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, പരസ്പരം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മനുഷ്യരെ പോലെ പെരുമാറണം. എന്താണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ? പരസ്പരം സ്നേഹിക്കുമ്പോൾ അവിടെ ഈശോ നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്. ഈശോ എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഈശോ പരസ്പരം സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചപ്പോൾ എന്താ ചെയ്തത്? ഈശോയുടെ ഈശോ സ്വയമായിട്ട് അർപ്പിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും സ്നേഹിച്ചുകൊണ്ട് ഈശോ തൻ്റെ ജീവൻ സമർപ്പിച്ചു. അപ്പം അത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ചെയ്തത്. അതുപോലെ നിങ്ങളും
പരസ്പരം സ്നേഹിച്ച് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും പലർക്കും വരയ്ക്കാനറിയാം, എഴുതാനറിയാം, അതുപോലെ തന്നെ പെയിന്റ് ചെയ്യാനറിയാം. പക്ഷേ എല്ലാവർക്കും എല്ലാ കലകളുണ്ടോ? എല്ലാ കഴിവുകളുണ്ടോ? ഇല്ല, എല്ലാ കഴിവുകളില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കഴിവുകൾ നിങ്ങൾക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പല കുട്ടികളും നിങ്ങളുടെ ഇവിടെ സ്കൂളിൽ പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളുടെ അയൽപക്കത്തായാലും പല കുട്ടികൾക്കും ചിലപ്പോൾ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, ഓണപ്പടവ് ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കുട്ടികളുടെ വീട്ടിൽ പൂക്കളിടാനായിട്ടുള്ള പൂക്കളുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല ശ്രദ്ധിക്കുന്ന പൈസ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ, പൈസയായിട്ട് തരുന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളെ, നിങ്ങളുടെ അയൽപക്കത്തുള്ള കുട്ടികളെ അത് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് ലഭിക്കുന്നത്? നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഇരട്ടിയായിട്ട് നിനക്ക് കിട്ടുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓണം ഏറ്റവും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ഓണം നമ്മുടെ സ്കൂളിൽ സ്നേഹത്തിൻ്റെ പൂക്കളമാകട്ടെ, സൗഹൃദത്തിൻ്റെ ഓണക്കോടിയാകട്ടെ, പങ്കുവെക്കലിൻ്റെ ഓണസദ്യയാകട്ടെ. എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റർ റോസ്മിൻ വർഗീസിന് ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഓണത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും ആനന്ദവും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്
സ്നേഹം നിറഞ്ഞ സിസ്റ്റർ റോസ്മീൻ വർഗീസ്, മദർ സുപ്പീരിയർ സിസ്റ്റർ രഞ്ജിത, സിസ്റ്റർ ആൽഫിൻസോസ്, PT പ്രസിഡന്റ് ബാലകൃഷ്ണൻ സർ, വൈസ് പ്രസിഡന്റ് ദേവി സർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ സന്തോഷത്തിന്റെ ഇരട്ടി മധുരമാണ്. നമ്മുടെ സ്കൂളിന്റെ മാർഗദർശിയും സ്നേഹസ്വരൂപിണിയുമായ ബഹുമാനപ്പെട്ട HM സിസ്റ്ററിന്റെ നാമഹേതുക തിരുനാളും നാം എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം പൊന്നോണാഘോഷവും ഒന്നിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ദിവസമാണിന്ന്. ഈ ശുഭവേളയിൽ സിസ്റ്ററിന് ഞങ്ങളുടെ എല്ലാവിധ തിരുനാൾ ആശംസകളും ഇവിടെയുള്ള എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു. വിസ്ത ലീമാനോസ് അമേരിക്കൻ വൻകരയിൽ നിന്ന് വിസ്ത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വ്യക്തിയാണ്. ദൈവസ്നേഹത്തിലും സഹജീവ സ്നേഹത്തിലും ആഴപ്പെട്ടതായിരുന്നു വിശുദ്ധിയുടെ ജീവിതം. എളിയവരെയും രോഗികളെയും കരുതുന്നതിലും പ്രതിസന്ധികളെ പുഞ്ചിരിയോട് ഉറച്ചു നിൽക്കുന്നതിലും വിസ്ത ലീമാനോസ് വലിയൊരു മാതൃകയായിരുന്നു. വിസ്തയുടെ നാമം വഹിക്കുന്ന നമ്മുടെ സിസ്റ്ററുടെ ജീവിതത്തിലും ആ സ്നേഹവും കരുതലും നന്മയും നമുക്ക് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അമ്മയുടെ വാത്സല്യത്തോടും നല്ലൊരു വഴിപാടിയുടെ ദീർഘവീക്ഷണത്തോടും കൂടിയാണ് സിസ്റ്റർ നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്. പഠനത്തോടൊപ്പം നമ്മിൽ നല്ല മൂല്യങ്ങളും അച്ചടക്കവും വളർത്താൻ സിസ്റ്റർ നൽകുന്ന മാതൃക എന്താണ്? സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് ഓണം നമുക്ക് തരുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ സ്കൂൾ കുടുംബത്തെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചേർത്ത് നിർത്തുന്ന സിസ്റ്ററുടെ നേതൃത്വം നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. പൂക്കളവും സദ്യയും പാട്ടുകളുമായി നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഈ സന്തോഷത്തിൽ നമ്മുടെ സിസ്റ്ററുടെ തിരുനാൾ ആഘോഷം വീട്ടിൽ സർവേശ്വരൻ സിസ്റ്ററിന് നല്ല ആരോഗ്യവും ദീർഘായുസ്സും സ്കൂളിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുവാനുള്ള അനുഗ്രഹവും സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസ്ത ലീമാനോസിന്റെ മധ്യസ്ഥ സിസ്റ്റർക്കും നമ്മുടെ സ്കൂളിനും ഇന്നും ഒരു കാവലായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട സിസ്റ്ററിന് സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങളും ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനം 118:1. സ്നേഹബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ്മീൻ വർഗീസ്, ചെറുപുഷ്പം കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ രജിത, ഹോളി ഫാമിലി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ജീന, സിസ്റ്റർ ആൽവിൻ ജോസ്, PTA പ്രസിഡന്റ് ബാലകൃഷ്ണൻ സർ, PTA വൈസ് പ്രസിഡന്റ് ദേവി സർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ്മീൻ വർഗീസിന്റെ ഫീസ്റ്റ് ആഘോഷിക്കാനും അതോടൊപ്പം നമ്മുടെ ദേശീയ ഉത്സവമായ ഓണത്തിന്റെ സന്തോഷവും ഐക്യവും പങ്കുവെക്കുകയും ചെയ്യുന്നതിനാണ്. അത്യന്തം സന്തോഷകരമായ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സിസ്റ്റർ റോസ്മീൻ വർഗീസിന് നാമഹേതുക തിരുനാളിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ. സിസ്റ്ററിന്റെ പേരിനോടും ജീവിതത്തോടും ചേർത്ത് നിർത്തിയ ലീമായിലെ വിശുദ്ധ റോസിനെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. 1586 പെറുവിലെ ലീമ നഗരത്തിൽ ജനിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് മാതൃകയായി മാറിയ വിശുദ്ധയുടെ തിരുനാൾ ഓഗസ്റ്റ് 23-നാണ് കത്തോലിക്ക സഭ ആചരിക്കുന്നത്. ലാളിത്യവും പ്രാർത്ഥനയും ത്യാഗവും ദൈവസ്നേഹവും നിറഞ്ഞ ജീവിതമായിരുന്നു വിശുദ്ധയുടേത്. ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തോടൊപ്പം മറ്റുള്ളവരോടുള്ള കരുണയും സേവന മനോഭാവവും വിശുദ്ധ റോസിന്റെ പ്രത്യേകതകളായിരുന്നു. ദൈവസ്നേഹത്തിൽ വേരൂന്നി മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും പകരുക എന്ന വിശുദ്ധ റോസിന്റെ ജീവിത സന്ദേശം സിസ്റ്ററുടെ ജീവിതത്തിലും സേവനത്തിലും കൂടുതൽ ഫലവത്താവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വിദ്യാലയത്തെ ദൈവഹിതത്തിന് അനുസൃതം നയിക്കുന്നതോടൊപ്പം തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ആത്മാർത്ഥതയോടും തികഞ്ഞ സമർപ്പണ ബോധത്തോടും നീതിബോധത്തോടും കൂടി പ്രവർത്തിക്കുന്ന സിസ്റ്ററിന്റെ സേവനം നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. അധ്യാപകരെയും കുട്ടികളെയും സ്നേഹിക്കുകയും അവരുടെ വളർച്ചയ്ക്കായി നിരന്തരം
സിസ്റ്ററിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാൾ സിസ്റ്ററിന്റെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും അനുഗ്രഹങ്ങളുടെയും പുതിയൊരു അധ്യായമാകട്ടെ. വിശുദ്ധ റോസിന്റെ മാധ്യസ്ഥം സിസ്റ്ററിനും സിസ്റ്ററുടെ എല്ലാ ശുശ്രൂഷകൾക്കും കൂട്ടായിരിക്കട്ടെ. അതോടൊപ്പം ജാതി മതഭേദമന്യേ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയപൂർവ്വം നെഞ്ചിലേറ്റുന്ന സുന്ദരമായ ഈ ഓണാഘോഷ വേളയിൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു നല്ല നാളെയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ തിരുനാൾ ആശംസകൾ സിസ്റ്റർ റോസിന് സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സൗന്ദര്യവും മനുഷ്യരെ ആകർഷിച്ചിരുന്ന കാലം. എന്നാൽ അവിടെ വിരിഞ്ഞൊരു പൂവുണ്ടായിരുന്നു. ആ പൂവിന്റെ പേര് റോസ്. ലോകത്തിന്റെ പ്രശംസയല്ല, ദൈവത്തിന്റെ സ്നേഹമായിരുന്നു അവൾ ആഗ്രഹിച്ചത്. മോളെ, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീ കുറച്ചുകൂടി വളരട്ടെ, പിന്നെ നിന്നെ തീർച്ചയായും സ്കൂളിൽ അയക്കാം. ശരി പപ്പ, ഞാൻ കാത്തിരിക്കാം. എനിക്ക് കളിക്കാൻ ആരുമില്ലല്ലോ, എല്ലാവരും സ്കൂളിൽ പോകുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കൊരു കൂട്ടുകാരനെ തരാമോ? നീ എന്തിനാണ് കരയുന്നത്? എനിക്ക് കളിക്കാൻ ആരുമില്ല. അതിനെ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ കളിക്കാം. എന്നാലോ നമുക്ക് കളിക്കാം. നിന്റെ പേര് എന്താണ്? എന്റെ പേര് റോസ്. എല്ലാവരും എന്നെ ഉണ്ണീശോയുടെ റോസ് എന്നാണ് വിളിക്കുന്നത്. അതെയോ? അങ്ങനെയെങ്കിൽ എന്റെ പേര് റോസിന്റെ ഉണ്ണീശോ എന്നാണ്. നീ തന്നെയാണോ എന്റെ വീട്ടിലെ രൂപക്കൂട്ടിലിരിക്കുന്ന ഈശോ? അതെ, ഞാൻ തന്നെ നിന്റെ ഉണ്ണീശോ. എനിക്ക് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയണം. എന്നെ പഠിപ്പിക്കാമോ? തീർച്ചയായും. നീ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വരും, ഞാൻ നിന്നെ പഠിപ്പിക്കാം. റോസ് വളർന്നപ്പോഴും അവളുടെ സ്നേഹവും സഹനവും കൂടുതൽ ആഴമായി. ഒരിക്കൽ അവളുടെ വിരൽ ഒരു പെട്ടിക്കടിയിൽപ്പെട്ട് ചടഞ്ഞു. റോസേ, നിനക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടമ്മേ, പക്ഷെ ഞാൻ സഹിച്ചോളാം. ഈശോയെ, എൻ്റെ വേദനകൾ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. എന്നെ ശക്തിയാക്കണമേ. റോസേ, ഇത്രയും സൗന്ദര്യമുള്ള നീ എന്തിനാണ് മുടി മുറിച്ച് മുഖം വിരൂപമാക്കുന്നത്? ആളുകൾ നിന്നെ പരിഹസിക്കുന്നു. എൻ്റെ സൗന്ദര്യം ആളുകൾക്കല്ല, ദൈവത്തിനാണ്. എൻ്റെ ഹൃദയം സുന്ദരമായ അതാണ് യഥാർത്ഥ സൗന്ദര്യം. പരിഹാസം എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതം അങ്ങേക്കുള്ളതാണ്. കഷ്ടത വന്നാലും ഏകാന്തത വന്നാലും ഞാൻ അങ്ങേ വിട്ടുപോകുന്നു. റോസേ, എന്നെ സ്നേഹിക്കുന്നത് എന്നെ കുറിച്ച് ഏറ്റെടുത്തു. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. കർത്താവേ, അങ്ങ് കൂടെയുണ്ടെങ്കിൽ ഒരു കഷ്ടതയും എനിക്ക് ഭാരമല്ല. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഇല്ല, ഈശോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ സ്നേഹവുമായി വന്നതാണ്. നിന്റെ മുഖത്ത് ഞാൻ ദൈവസ്നേഹം കാണുന്നു. റോസേ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നീ തിരഞ്ഞെടുത്ത വഴി ശരിയായ വഴിയായിരുന്നു. നിന്റെ ജീവിതം ഞങ്ങൾക്ക് വലിയൊരു പാഠമായി. നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരെ സേവിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാക്കുന്നത്. റോസ് അധികകാലം ജീവിച്ചില്ല. പക്ഷേ അവൾ ജീവിച്ച ഓരോ
സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും സാക്ഷ്യമായിരുന്നു. ഇന്ന് ലോകം അവരെ വിശുദ്ധ ലിമായിലെ റോസ് എന്ന പേരിൽ ആദരിക്കുന്നു. ഈ വിശുദ്ധിയുടെ മൂല്യങ്ങൾ സ്വായത്തമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസിന്റെ ഈ നാമഹേതുക തിരുനാൾ ആഘോഷ ദിനത്തിൽ നമുക്ക് മുന്നിൽ നൃത്ത ചുവടുകളുമായി എത്തിച്ചേരുന്നു. ചെറുഭക്ഷണത്തിന്റെ മുഖം നമുക്കും പങ്കുചേരും.
പുതു